ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സു ആൻഡ് ഷൂ മോൾസ് വ്ലോഗിലേക്ക് ഹാർദ്രമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു അമ്പലങ്ങളിലേക്കാണ് പോകുന്നത്, ഞാനും അമ്മയും. ഏത് അമ്പലമാണെന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. സോ ഈ അമ്പലങ്ങളിൽ പോകണമെങ്കിൽ ആദ്യം ഞങ്ങൾ ബെനഗനഹള്ളി മെട്രോ കയറി ഇന്ദിരാനഗറിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ കയറി പോവാണ്. ശിവോഹം ശിവ ടെമ്പിളിലേക്ക് വന്നിരിക്കുന്നു. ഗൈസ്, 150 രൂപ ഗംഗാജലവും 150 രൂപ പൂജ ഐറ്റംസും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിച്ച് കൊടുക്കാം. പൂജ ഐറ്റംസ് ഒക്കെ 150 രൂപയ്ക്കുള്ളത് മേടിച്ചിരിക്കുന്നു. ഗംഗാജലം വേണമെങ്കിൽ ഗംഗാജലം മേടിക്കാം. ഡോണ്ട് ജസ്റ്റ് പ്രേ, അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേ. ചെരുപ്പിടാനുള്ള സ്ഥലമാണ് നമുക്ക് ആ കോർണറിലാണ്. ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് നടന്നു പോകണം. ഞങ്ങൾ ഈ വഴി നടന്നു പോകുമ്പോഴായിരുന്നു ശിവരാത്രിക്ക്. അപ്പോൾ എത്ര തിരക്കായിരിക്കും ഈ വഴിയൊക്കെ. അകത്തേക്ക് പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൺഫ്യൂഷനായി. ഞങ്ങൾ നടന്നു പോകുന്നത് കാർ പോർച്ചറിലേക്ക് ആയിരുന്നു എന്ന്. പിന്നെയാണ് ആ ഒരു പോസ്റ്ററിൽ ഇട്ടേക്കുന്നത്, ടെമ്പിൾ എൻട്രി ഈ വഴിയാണെന്ന്. അങ്ങനെ നോക്കി അങ്ങനെ വന്ന് എൻട്രൻസിൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കൗണ്ടറിൽ 150 രൂപയ്ക്കും ടിക്കറ്റ് ഉണ്ട്, 250 രൂപയ്ക്കും ടിക്കറ്റ് ഉണ്ട്. എന്താണ് സ്പെഷ്യൽ? ഓരോ വഴി കൂടെ കയറി ഗുഹയ്ക്കകത്തൂടെ പോകണമെങ്കിൽ ഒരാൾക്ക് 250. ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ശിവലിംഗം, ജ്യോതിർലിംഗം, കുറേ സ്റ്റാച്യൂസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ പേ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കണ്ടിട്ട് വരാം. ഫ്രീ ആയിട്ട് എൻട്രി ചെയ്താൽ മതി, കാശൊന്നും കൊടുക്കാൻ താല്പര്യമില്ല എന്ന് അവർ പറയുന്ന രീതിയിൽ അവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ആദ്യം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഒരു ശിവലിംഗം കാണും. അവിടെ തേങ്ങ ഉടച്ചിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ അവർ ഒരു 2 മരങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. ടൈ യുവർ പ്രോബ്ലം ഹിയർ, ലീവ് ദം ബിഹൈൻഡ് ഓം നമ ശിവായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ച് കിട്ടാം. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ഗണേശൻ്റെ സ്റ്റാച്ചു ഉണ്ട്. സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന വ്യൂ ആണിത്. താഴ്ഭാഗം കാണുന്ന പൂജയൊക്കെ ചെയ്യണമെങ്കിൽ അമൗണ്ട് പേ ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അവരൊരു എൻട്രി ടിക്കറ്റ് ചോദിക്കും. അപ്പോൾ ടോപ്പ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ 108 രുദ്രാക്ഷ ബീജവും തരും. നമ്മൾ ആദ്യം എൻട്രി ചെയ്യുന്ന സമയത്ത് അത് ഓരോ പാത്രങ്ങളിൽ ഇങ്ങനെ 108 പ്രാവശ്യം ഓം നമ ശിവായ എന്ന് ചൊല്ലിയിട്ട് ഇട്ട് പോകുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ശിവലിംഗത്തിൻ്റെ മുകളിൽ പാലൊഴിച്ച് അഭിഷേകം ചെയ്യുന്നതും കാണാം. ഇത് കാശ് കൊടുത്തവർക്ക് മാത്രമേ ഉള്ളൂ. കേവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന വ്യൂ ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി അമൗണ്ട് പേ ചെയ്തില്ല. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു പൂജാരി നിങ്ങൾ ഈ വഴിയിലൂടെ വരൂ എന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഓക്കെ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ ആ വഴി കൂടെ വന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ചകളായിരുന്നു. കൺകുളിർക്കെ കണ്ടു. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ഗുഹയ്ക്കകത്തുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നാരദ മഹർഷിയെ കണ്ടു, ശിവലിംഗം, ശിവൻ്റെ സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടു. ഇത് ശിവൻ്റെ പ്രതിമയാണ്. അമ്മ കാൽ തൊട്ട് വന്ദിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഒരു ശിവൻ്റെ സ്റ്റാച്ചു നിൽക്കുമ്പോൾ ശരിക്കും ശിവൻ നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഥകൾ റിലേറ്റഡ് ആയിട്ട് അവർ കുറേ മിനിയേച്ചർ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ, ഹിന്ദിക്കാരാണ് മാക്സിമം അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. ശരിക്കും നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. ആദ്യമായി പോയി കാണുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. ചില ആൾക്കാരൊക്കെ ആ കുളത്തിൻ്റെ അവിടെ കോയിൻസൊക്കെ ഇട്ടതായിട്ട് കണ്ടു. അതൊക്കെ കോരി മാറ്റുന്നതായിട്ടും കണ്ടു. പിന്നെ ഞങ്ങൾ പോയ സമയം ഒരു 2 മണി ഈ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഷെയ്ഡ് ഉണ്ടായിരുന്നു. സോ പ്രോപ്പറായിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോസ് എടുത്താലും ഞങ്ങളുടെ ഫേസൊക്കെ ഭയങ്കര ഡാർക്കായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ശിവലിംഗം ആണ് അവിടെ മിക്കതും ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ചന്ദനത്തിരി ഞങ്ങൾ മേടിച്ചതിനകത്ത് ഒരു ചന്ദനത്തിരി എടുത്ത് കത്തിച്ച് ഭഗവാനെ നമ്മൾ ഒന്ന് ഒഴിഞ്ഞിട്ട് അവിടെ ആ ചന്ദനത്തിരി കുത്തി വെക്കാനുള്ള സ്പേസസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലുള്ളവർ ശിവോഹം ശിവ ടെമ്പിൾ ഈ സ്ഥലത്തേക്ക് വരണമെങ്കിൽ നിയർ ബൈ മെട്രോ വന്നിട്ട് ഇന്ദിരാനഗറാണ്. ഇന്ദിരാനഗറിൽ മെട്രോയിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഓട്ടോ ക്യാച്ച് ചെയ്യാം. അവിടുന്ന് 15 മിനിറ്റ്സ് ട്രാവലുണ്ട് ഓട്ടോയിലൂടെ വരുവാണെങ്കിൽ. HAL ഓൾഡ് എയർപോർട്ട് റോഡിലാണ്
ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. തല ഉയർത്തിപ്പിടിച്ച് ഭഗവാനെ നോക്കി നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിവയറ്റിൽ നിന്നൊരു ഫീല് വരും, ഒരു എനർജി വരും. ആ എനർജി നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എനർജി ആയിരിക്കും ആ സമയത്ത് നമ്മളുടെ ഉള്ളിലുണ്ടാവുന്നത്. ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെയർസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു. പുറം വേദനയൊന്നും എടുക്കാതെ നല്ല രീതിയിലിരുന്ന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞ സമയം പോകുന്നതേ അറിയുന്നില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 4:30 അമ്പലത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഈ ശിവൻ്റെ ഭഗവാന്റെ ഒക്കെ റിലേറ്റഡ് ഐറ്റംസൊക്കെ വിൽക്കുന്ന സാധനങ്ങൾ പലതും പല വിലയാണ്. 500-ന് മേളിൽ 1000-ന് മേളിൽ ഉള്ളതൊക്കെയാണ് ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു മിനിയേച്ചർ വിഗ്രഹങ്ങൾ. അങ്ങനെ അമ്പല സന്ദർശനമൊക്കെ കഴിഞ്ഞ് ശിവഭഗവാന്റെ സ്റ്റാച്യു ഒക്കെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ച് അടുത്ത് ശ്രീ കോദണ്ഡരാമ ടെമ്പിൾ ഇജിപുര ഈ അമ്പലത്തിലേക്ക് പോവാണ്. സോ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ കയറി 1/2 hour നമുക്ക് ട്രാവലുണ്ട്. ഈ പറയുന്ന ശ്രീ കോദണ്ഡരാമ ടെമ്പിളിലേക്ക് പോകണമെങ്കിൽ ശിവോഹം ടെമ്പിളിൽ നിന്നും ഇത്രയും ദൂരമാണ്. ഓട്ടോയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ ഫ്ലൂട്ട് മ്യൂസിക് കേട്ട് ഞാനങ്ങ് ആസ്വദിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ രാമൻ്റെ ഭൂമിയിൽ വന്നിറങ്ങി. ഇജിപുരയിലുള്ള കോദണ്ഡരാമ ടെമ്പിളിൻ്റെ മുൻവശം നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്ന. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻട്രൻസ് കാണുന്ന വ്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റിലൂടെ പോകുമ്പോൾ ശിവപാർവതി നട, ഗണേശൻ്റെ നടയുണ്ടായിരുന്നു. പിന്നെ മുരുകനും വള്ളി, ദേവസേന, പിന്നെ അയ്യപ്പൻ, ഇവരെല്ലാം കൂടെ ഒരു റൂമിലിരിക്കുന്ന അമ്പലമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോൾ സർപ്പങ്ങളെ കാണാം, സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ വെച്ച്. പിന്നീട് നമ്മൾ നടന്നു പോകുമ്പോൾ ഭൂവരാഹസ്വാമി ടെമ്പിളാണ്. അടുത്തത് നമുക്കിങ്ങനെ നടന്നു പോകുമ്പം നിങ്ങൾക്ക് സൈഡ് ലെഫ്റ്റ് ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തത് നമ്മൾ കയറി ചെല്ലുന്നത് ദേവിയുടെ അമ്പലമാണ്. ദേവിയുടെ അമ്പലം കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ അത് ഈ അമ്പലത്തിലുള്ള പ്രതിഷ്ഠ വന്നിട്ട് ആലിലകൃഷ്ണനാണ്. ആലിലകൃഷ്ണനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരുമ്പം നമുക്ക് എന്താണ് പറയുക, രാമച്ചത്തിൻ്റെ ആരം, ഭഗവാന് ധരിച്ച ഹാരം നമുക്ക് കാണാം. അതിൽ നിന്നും കുറച്ച് രാമച്ചമൊക്കെ അമ്മ ഇങ്ങനെ നുള്ളിപ്പെറുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അമ്പലത്തിൻ്റെ ഉള്ളിൽ വെങ്കട്ടരമണൻ്റെ ഭാര്യമാരപ്പുറം ഇപ്പുറമുണ്ട്. ഡെഡ് ഓപ്പോസിറ്റായിട്ട് ഗരുഡസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയപ്പം എനിക്ക് 2 സാരി, ഭഗവാന് ധരിപ്പിച്ച 2 സാരി അവിടെ നിന്ന് കിട്ടി. സോ അമ്പലക്കാർ നമുക്ക് സാരി തന്നു. അങ്ങനെ അത് 2 എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സൈഡിൽ കാണാം. ഇവർ ഇതേ രീതിയിൽ അമ്പലം കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്ലാനാണ്. സോ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ നമ്മൾ അതേപോലെ ആയിരിക്കും ഈ അമ്പലം കാണാൻ പറ്റും. സോ അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ, റൈറ്റ് സൈഡിൽ പുറകിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. ആ വലിയ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ആ കാണുന്നത്. ഇത് ദേവിയുടെ അമ്പലം, ഈ ചുറ്റുപാടുകൾ. പിന്നെ ഈ വരുന്ന ജൂൺ 19, 20, 21 ഈ 3 days ഇവിടെ വലിയൊരു പൂജയും കാര്യങ്ങളും കലശവും ഭക്ഷണം എല്ലാം ഉണ്ടായിരിക്കും. കാരണം ഈ ശ്രീ കോദണ്ഡരാമസ്വാമിയുടെ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ട് 1 വർഷമാകുന്നതിൻ്റെ സെലിബ്രേഷനാണ്. അപ്പോൾ ആ സെലിബ്രേഷനിൽ ഭാഗമാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പറയുന്ന ഡേറ്റിൽ വരാം. അപ്പം ഒരു കലശം പൂജയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്രെയിനിലൂടെ നമുക്ക് മേളിൽ കയറി ഭഗവാന്റെ ശിരസിൽ കലശം കൊണ്ട് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ അമ്പലത്തിൽ പോയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സോ വരാൻ ആഗ്രഹമുള്ളവർ വരിക. നല്ലൊരു അമ്പലമാണ്, കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം പോയതുകൊണ്ട് ആൾക്കാർ ഈ കാണുന്ന അത്ര ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഈ ഫോട്ടോയിലൂടെ കാണുമ്പോഴേ മനസ്സിലാവും പില്ലറൊക്കെ എത്ര വലിപ്പമുള്ള പില്ലറാണെന്നും. ഞങ്ങൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു വൈബായിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് ആകുന്ന സമയത്ത് അവിടെ പോയി അവിടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്.
അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കണം. സോ എല്ലാവരും പോകണം, മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. അപ്പോൾ എല്ലാവരും ഈ വിശേഷ ദിവസത്തിൽ ഞങ്ങളുടെ കൂടെ ഈ അമ്പലങ്ങളെല്ലാം കാണാൻ വീഡിയോ എടുത്തത് കൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമാണ്. സോ ഇന്നൊരു അടിപൊളിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. എനിക്ക് വേണ്ടി ബർത്ത്ഡേ പായസം ഉണ്ടാക്കുവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പായസം, ചെറുപയർ പായസം. ഹാപ്പി ബർത്ത്ഡേ ടു യു ശ്രുതി മോൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു ശ്രുതി മോൾ. താങ്ക് യു മമ്മി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. എന്നുണ്ട് പായസം? അടിപൊളി പായസം. താങ്ക് യു മമ്മി. ബ്ലെസ് യു. നല്ല ചെറുപയർ പായസം, എൻ്റെ ഫേവറേറ്റ് പായസമാണിത്. ചെറുപയർ വേവിച്ച് തേങ്ങ ചിരകിയിട്ട് ശർക്കരയൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അടിപൊളി. നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ്. എന്തോ ടേസ്റ്റാണ് സത്യമായിട്ട്. ഞാനിന്ന് വിചാരിക്കും ഇന്ന് പിറന്നാളായിട്ട് ഞാൻ മധുരമൊന്നും കഴിച്ചില്ലല്ലോ. ഫ്രൂട്ട്സ് മാത്രം തിന്ന് നടക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് പായസം കിട്ടി. പായസം ഉണ്ടാക്കി തന്ന മമ്മി. ഗൈസ്, എൻ്റെ പിറന്നാളായിട്ട് എൻ്റെ അണ്ണന്, എൻ്റെ സജിത്തണ്ണൻ എനിക്ക് മേടിച്ച് തന്ന ഗിഫ്റ്റാണ്. സോ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ബൊമ്മയാണ്. നല്ല ഭംഗിയില്ലേ? നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബൊമ്മ, നല്ല ടെക്സ്ചർ, എനിക്കിഷ്ടമായി. ഓൾറെഡി എനിക്ക് കുറേ ടോയ്സ് ഉണ്ട്. സോ അതിലൊരു പുതിയൊരു അതിഥിയും കൂടെ വന്നു. നല്ല രസമുണ്ടല്ലേ? ഇവൻ്റെ പേര് ബ്രൗണി, ഇവൻ്റെ പേര് പാഡിങ്ടൺ, ഇവളുടെ പേര് പിങ്കു, അവൻ്റെ പേര് ചക്കി, ഇവൻ്റെ പേര് പാണ്ട തന്നെ ഇരിക്കട്ടെ. ഇവൻ്റെ പേര് ഉണ്ണിമോൾ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് എൻ്റെ ബർത്ത്ഡേ സംബന്ധിച്ചിട്ട് അമ്പലങ്ങളിൽ പോയി. ഞാനിതുവരെ കാണാത്ത കുറേ നാളായിട്ട് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്ന 2 അമ്പലമായിരുന്നു ഞങ്ങൾ ഇന്ന് പോയിരുന്നത്, ഞാനും അമ്മയും. സോ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. ഒന്ന് ആദ്യം വന്നിട്ട് എച്ചയിലുള്ള ഓൾഡ് എയർപോർട്ട് റോഡിൻ്റെ അടുത്തായിട്ടുള്ള ശിവോഹം ശിവ ടെമ്പിളായിരുന്നു. അവിടെ വലിയ ശിവൻ്റെ ഒരു സ്റ്റാച്യു ഉള്ളൊരു അമ്പലമായിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കും തിരക്കൊന്നുമില്ല, എന്നാലും തിരക്കുണ്ടായിരുന്നു. കുറേ രാജസ്ഥാനി ആൾക്കാർ, ഹിന്ദിക്കാരായിരുന്നു കൂടുതലായിട്ട് അവിടെ കണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്നും ഒരു 1/2 hour ട്രാവൽ ചെയ്തിട്ട്, ഓട്ടോയിലൂടെ ട്രാവൽ ചെയ്തിട്ട് ശ്രീ കോദണ്ഡരാമ ടെമ്പിൾ, ഇജിപുര, ഈ ടെമ്പിളിൽ നമ്മൾ പോയിരുന്നു. ആ അമ്പലത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 108 feet ഹൈറ്റുള്ള വിഷ്ണു ഭഗവാനെയാണ് നമ്മളവിടെ കണ്ടത്. അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമാകുന്നു ആ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ട്. ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസങ്ങളിലാണ് 1ാം വാർഷികം സെലിബ്രേറ്റ് ചെയ്തിട്ട് പൂജയും കലശവും കുറേ കാര്യങ്ങൾ ആ അമ്പലത്തിൽ നടത്തുന്നുണ്ട്. അന്നദാനവും ഒക്കെ ഉണ്ട്. സോ ആർക്കെങ്കിലും പോകണം, ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസാണ്. ഈ സ്പിരിച്വാലിറ്റി, ഡിവൈൻ, പിന്നെ ഭഗവാൻ, അമ്പലങ്ങൾ, ഈ കുറേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു പ്ലേസാണ് ഞാൻ ഈ പറഞ്ഞ ടെമ്പിൾ. തീർച്ചയായും നിങ്ങൾ പോയി കാണണം. ബാംഗ്ലൂരിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും വന്ന് കാണണം എന്ന് ഞാൻ പറയുന്നു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോസ്, ഞാനിടുന്ന വീഡിയോസ് കാണണം, മുടങ്ങാണ്ട് കാണണം, മിസ്സാക്കാണ്ട് കാണണം എന്നാഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നതും വരേക്കും നന്ദി, നമസ്കാരം.
ബൈ. ഗുഡ് നൈറ്റ്.